ഞങ്ങൾ സഹിച്ച മാതിരി ഇന്നേ വരെ ഒരു യൂട്യൂബർമാരും സഹിച്ചിട്ടുണ്ടാവില്ല. ഓളെ പറഞ്ഞിട്ടാണ് ഇന്ന പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കല്ല. ഈ കുട്ടിന്റെ ഇതിൽ വരുന്ന കമന്റ് എടുക്കണം. ചരിക്കാറ വെറും 4 വയസ്സായിട്ടുള്ളൂ. ഞങ്ങളെ പിന്നെ രണ്ടാമത്തെ പെണ്ണില്ലിനും ഞങ്ങളെ കുട്ടിയല്ലാന്ന് പറഞ്ഞു. എത്ര വിഷമം ഉണ്ടാവും ഞങ്ങൾക്ക്. അങ്ങനെ മഴ ഒന്ന് നിർത്തി കേട്ട് മടുത്തിക്കണ്. വേറൊന്നും ചോദിച്ചാൽ നിങ്ങൾക്ക് വയാഗ്ര പറഞ്ഞ ഗുളികണ്ട്, പഴയ കാലത്ത് മുസ്ലിം പവർ പറഞ്ഞതുണ്ട്, മരുന്നുണ്ട്. ഇതിലൊക്കെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞപ്പോഴാണ് ഇക്ക അത് കേസിലേക്ക് പോകാന്നുള്ളത്? കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാള് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓളെ പറഞ്ഞിട്ടാണ് ഇന്ന പറയുന്നത് ഞാൻ കേസ് കൊടുക്കല്ല. ഇവിടെ പറയണ്ട, അത് നമ്മളെ ഫേസ്ബുക്കിൽ ഉണ്ടാ വീഡിയോ. വേണ്ടാത്ത അനാവശ്യമല്ല. തെറിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നത് അല്ലേ? ആ ഒരു ഇഷ്യൂലാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും വേണ്ട, ഇഞ്ച അയറിയാണ് ഓള് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നത്. അതിനെ കുറിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഉണ്ട്. ഈ കുട്ടിന്റെ ഇതിൽ വരുന്ന കമന്റ് എടുക്കണം. ഇഞ്ച അയറിക്കാരൻ വെറും 4 വയസ്സായിട്ടുള്ളൂ. പിന്നെ ഇഞ്ച രണ്ടാമത്തെ മോള് ഓളെ വയസ്സ് പറഞ്ഞാൽ 12 വയസ്സായിട്ടുള്ളൂ. ഇതിട്ടാണ് ഇതിലൊക്കെ വരുന്ന കമന്റ് തടയുക. മാനസികമായിട്ട് തളർത്തുക, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ കമന്റ് ഓഫ് ആക്കലില്ല. പക്ഷെ ഞാൻ കുട്ടികളെ വീഡിയോയിൽ വരുന്ന നെഗറ്റീവ് കമന്റ് ചില ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാനും മോളും വീഡിയോ ഞാൻ കൊളാബ് ചെയ്താണ്ട് കാണുമ്പോൾ, കാരണം 2 മില്യൺ 3 മില്യന്റെ ഒരു 4 വീഡിയോ ഞാൻ കമന്റ് ബോക്സ് മാത്രം ഓഫ് ആക്കിയിരുന്നു. 12 വയസ്സായ കുട്ടിയാണേ ഈ കുട്ടി. അപ്പൊ ആൾക്കാർ ഇജെന്തിനാ കുട്ടീനെ അറക്കാൻ നിന്നിട്ടല്ലേ അറിയും. എന്താണ് എത്ര കുട്ടികൾ സോഷ്യൽ മീഡിയയിലും ഇതിലും ഉണ്ട്. ഒരു പാട്ട് പാടണം, ഓരോരോ കഴിവ് തെളിയിച്ചിന് ഇതാക്കണ്, വീഡിയോ ഇടണം. അല്ലാതെ നമ്മളെ മാതിരി തൊള്ള പറഞ്ഞാണ്ടല്ലോ നിൽക്കണ്. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ വീഡിയോ കാണാൻ എന്ത് രസമാണ്. അത് ഈ പിന്നെ പറയണ ഈ അന്തല്ലല്ലോ ദിറ്റാക്ക്. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കളെയാണ് മക്കളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡാൻസ് കളിച്ചതിനും പാട്ട് പാടിയതിനും. എനിക്ക് തോന്നുന്നു ഒരു കമന്റ് ഒരു വ്ളോഗിലൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 3 പേരും അല്ലെ, ജെസ്സിയുടെ കുട്ടികൾ റിച്ചും ഐറി ഞങ്ങളെ കുട്ടിയാണ്. ഞങ്ങളെ പിന്നെ രണ്ടാമത്തെ പെണ്ണ് ലിനു ഞങ്ങളെ കുട്ടിയല്ലാന്ന് പറഞ്ഞു. എത്ര വിഷമം ഉണ്ടാവും ഞങ്ങൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മളെ കുട്ടിയാണെന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ലേ. അത് നാട്ടുകാരുണ്ട് ഇത് കുട്ടിയല്ലാന്ന് പറയാണ്ട് ഇതിനെ മെയിൻ ചെയ്യണില്ല, എന്താക്കണില്ല. പിന്നെ ലിനുവിന് കൂടുതൽ ഈ വീഡിയോ കാര്യങ്ങളിലൊന്നും വല്ലാതെ ഒരു താല്പര്യമല്ല. ഓള് പറയും ഞാൻ നടക്കണ വീഡിയോ അതിലൊരു പാട്ടിട്ടാൽ മതി. അങ്ങനത്തെ വീഡിയോകൾ ഓള് ചെയ്യണത്. ഓക്ക് പൊതുവെ എന്റെ പോലെ ആദ്യം ഞാൻ എങ്ങനെയാ അതേപോലെ തന്നെയാണ് ഓള്. ക്യാമറന്റെ മുന്നിൽ വല്ലാതൊരു ഇഷ്ടമല്ല. ക്യാമറയുടെ മുന്നിൽ നല്ല ആള് പൊതുവെ സൈലന്റ് ആണ്. റിച്ചുവിന്റെ ആറിന്റെ പോലെയൊന്നല്ല. അയറി ഇപ്പൊ നിങ്ങൾ ക്യാമറ ഓണാക്കി നോക്കാണ്, ഓൾ ഡാൻസ് വെച്ചു. അത്തരിതാണ് അയറിന്റെ ഒരുപാട് വീഡിയോ മില്യൺ കണക്കിന് പോയതൊക്കെ ഉണ്ട്. 5 മില്യൺ 2 മില്യൺ. പക്ഷെ ലിനു സൈലന്റ് ആണെങ്കിലും ആള് സ്മാർട്ടാണ്. സ്കൂളിലൊക്കെ ഓള് സ്മാർട്ടാണ്. ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും നെഗറ്റീവ് വരുന്നത് മക്കളെ കുറിച്ച്? എന്താ ഒരു മാതാപിതാക്കളും സഹിക്കില്ല സ്വന്തം മക്കളോട് ഇത്രയും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. ഒരാൾ പോലും അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഞങ്ങൾ സഹിച്ച മാതിരി ഇന്നേ വരെ ഒരു യൂട്യൂബർമാരും സഹിച്ചിട്ടുണ്ടാവില്ല. അത്രയും നെന്നത്ത് കൊണ്ടുകൊണ്ട് ഞങ്ങളെ ട്രോൾ ചെയ്തിട്ടുണ്ട്. കാരണം വെറുതെ ഞങ്ങളെ യൂട്യൂബിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ട്രോളൊന്നും നിർത്താൻ മതി. ഒരു ദിവസം ഒരാളെങ്കിലും ഇഞ്ച പേര് പറഞ്ഞ് വീഡിയോ ഇടാത്തില്ല. അത് ഈ ടിക്ടോക്ക് ഉണ്ടല്ലോ, ടിക്ടോക്കിലൊക്കെ കണ്ടമാനം ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്, റീച്ചിനും വേണ്ടി കണ്ട്. നമ്മളൊപ്പം വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കമ്പനി ചായയും കുടിച്ച് പോകണം. അപ്പുറത്ത് പോയാണ്ട് ലാസ്റ്റ് നമുക്ക് എന്താ കാട്ടണ്, നമ്മളെ പേരും പറഞ്ഞ വീഡിയോ ഇടാണ്. അത് നല്ലതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചണം എന്താണത്. ഇതൊന്നും അറിയാതെ ഒറ്റടിക്കാണ്ട് വീഡിയോ ഇടുക. ഈ ട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോ സ്റ്റാമിന സേവർ എന്ന് പറഞ്ഞാൽ മഴ ഒന്ന് നിർത്തി കേട്ട് മടുത്തിക്കണ്. വേറൊന്നും ചോദിച്ചാലേ നിങ്ങൾക്ക് അല്ല തമാസല്ലേ, വേറൊന്നും ചോദിച്ചാലേ അതൊന്നും നിർത്തിയാണ്. അല്ലെ കേട്ട് മടുത്തൊരു സംഭവമാണ്. അതെന്താന്നറിയോ, അത് ഒരുപാട് ട്രോളല്ലേ. അപ്പൊ ഈ ട്രോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മേറി കേറി ഇതല്ലേ. ഏറിലൊക്കെ നല്ലോ കയറിക്കണം. പക്ഷെ അത് പിന്നെ അത്രയും ആൾക്കാർ കുറച്ച് വീഡിയോ ഇട്ടിക്കണം അതിനെ കുറിച്ചുണ്ട് അല്ലേ. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലേ വീഡിയോ ആണ്. ഇപ്പൊ മെഡിക്കൽ ഷോപ്പ് പോയി കഴിഞ്ഞാല് പിന്നെ ഈ എന്താ പൈനങ്ങനെ നമ്മൾ പറയാം. മെഡിക്കൽ ഷോപ്പിൽ പോയ വയാഗ്ര പറഞ്ഞ ഗുളികണ്ട്, പഴയ കാലത്ത് മുസ്ലിം പവർ പറഞ്ഞതുണ്ട്, മരുന്നുണ്ട്. ഇതിലൊക്കെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ചെയ്ത്. അപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നെഗറ്റീവ് ആദ്യം തന്നെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് കുഞ്ഞാന്റെ സ്ലാങ് അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല.
ഞാൻ ഒച്ചയും പുളിയാണ് കച്ചറയാണ് അങ്ങനെ അങ്ങനെ പറയണ അങ്ങനത്തെ ഒരു നമ്മളിങ്ങനെ എന്താ കാട്ടണ ഇപ്പൊ ഞാൻ വേറെ വർത്തമാനത്തിൽ പറയാൻ പറ്റും എന്നെ കൊണ്ട് വെച്ചൂല അത് അന്നെ കൊണ്ട് വെച്ചോ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. നമ്മള് ഇതേവരെ ഒരു ചെറിയൊരു ദുമ്പാട് എന്റെ മനസ്സിലില്ല. ഇല്ല. ഇല്ല കാര്യം ഞാൻ അപ്പൊക്ക് പറയും, അത് കജ്ജും. ആണ് അങ്ങനെ തോന്നിയിട്ടുണ്ടിക്ക നിങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നം വന്നെന്ന് തോന്നിയിട്ടുണ്ടോ? ഞങ്ങള് ആദ്യം നെഗറ്റീവില് ആണല്ലോ. ആണ് അതിന്റെ അടിയിലല്ല പിന്നെ ദുമ്പാളം കെട്ട് വരുന്നത്. പിന്നെ കടലിൽ ചാടിയ മാതിരി പൊള്ളത്തിനൊക്കെ ചാടിയ മാതിരി അവസ്ഥ അങ്ങനത്തെ